JEE Main 2024 Phase 1 31st January Shift 1 ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. സോ മോൾ കോൺസെപ്റ്റിലെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യമാണിത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥെയിൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 22 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആഫ്റ്റർ കമ്പഷൻ ഈസ് x into 10⁻² മോൾ. ദ വാല്യൂ ഓഫ് x ഈസ്. സോ നമുക്ക് ബാലൻസ്ഡ് റിയാക്ഷൻ ആദ്യം എഴുതാം. മീഥെയിനിൻ്റെ കമ്പഷൻ CH4 plus 2O2 ഈസ് ഗിവിങ് യു CO2 plus 2H2. ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഒരു മോൾ മീഥെയിൻ, അതായത് 16 gram മീഥെയിൻ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡ് 44 gram കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടും. പക്ഷെ ചോദിച്ചേക്കുന്നത് നമുക്ക് 22 gram കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുള്ളൂ എങ്കിൽ കറസ്പോണ്ടിങ്ലി എത്ര മോൾ മീഥെയിൻ ബേൺ ചെയ്തിട്ടുണ്ടാവും? ഒരു മോൾ ബേൺ ചെയ്താൽ നമുക്ക് ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, അതാണ് നമ്മുടെ 44 gram. 22 gram കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ജസ്റ്റ് 0.5 മോളാണ്. 22 divided by 44 മാസ് ബൈ മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് ഈസ് 0.5 മോൾ. നമുക്കിവിടെ 0.5 മോളെ കിട്ടുന്നുള്ളൂ എങ്കിൽ കറസ്പോണ്ടിങ്ലി 0.5 മോൾ മീഥെയിൻ അല്ലേ ബേൺ ആയിട്ടുണ്ടാവുള്ളൂ. സോ 0.5 മോൾ മീഥെയിനെ ബേൺ ആയിട്ടുണ്ടാവുള്ളൂ. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥെയിൻ എന്ന് പറയുന്നത് 0.5 ആണ്. പക്ഷേ ഇതാണ് നമ്മുടെ എക്സ് വാല്യൂ. എക്സിനെ അവിടെ എഴുതിയേക്കുന്നത് x into 10⁻² എന്നുള്ള ഒരു ടേമിലാണ്. സോ നമുക്കിതിനെ 0.5നെ നമുക്ക് 50 into 10⁻² എന്ന് കൂടെ എഴുതാം. സോ ഇവിടുത്തെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് ഇൻറ്റീജർ വാല്യൂ വിൽ ബി 50. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 50 ആണ്.